നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് അന്യായമായ കോർട്ട് ഫീസ് വർധനവിനെതിരെ കൊട്ടാരക്കര ബാർ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന രാപ്പകൽ സമരവേദിയിലാണ്. കേരളത്തിലെ അഭിഭാഷക സമൂഹം 1.5 ആഴ്ചക്കാലമായി സമരരംഗത്താണ്. എല്ലാ ബാർ അസോസിയേഷനുകളിലും അഭിഭാഷകർ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മറ്റ് ചിന്തകൾക്കതീതമായി സമരരംഗത്തിറങ്ങിയിരിക്കുകയാണ്. കൊട്ടാരക്കര ബാർ അസോസിയേഷൻ്റെ നേതൃത്വത്തിലും സമരരംഗത്താണ്. കഴിഞ്ഞ ദിവസം കോടതി നടപടികളിൽ നിന്നും വിട്ടുനിന്ന് മുഴുവൻ അഭിഭാഷകരും പ്രതിഷേധം രേഖപ്പെടുത്തി. ഇന്ന് രാപ്പകൽ സമരം ഇന്നിവിടുത്തെ ഏറ്റവും സീനിയറായ അഭിഭാഷകൻ ശ്രീ CP ശരചന്ദ്രൻ നായർ അവർ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഈ സമരം 24 മണിക്കൂർ പിന്നിട്ട് ഇന്ന് രാത്രിയും കഴിഞ്ഞ് നാളെ രാവിലെ 10 മണിക്ക് മറ്റൊരു മുതിർന്ന സീനിയർ അഭിഭാഷകനായ ശ്രീ A. ഗോപാലകൃഷ്ണൻ സാർ ഇവിടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ്. സമരത്തിന് ആസ്പദമായ സംഗതികൾ നമുക്കറിയാം. കേരളത്തിലെ അഭിഭാഷകരുടെ ഒരു പ്രശ്നമായിട്ടാണ് പൊതുവെ എല്ലാവരും ധരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ക്ഷേമരാഷ്ട്രത്തിൽ ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ് ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുക, അതിന് പണം ഈടാക്കുക, അതിന് കൂലി ഈടാക്കുക എന്ന് പറയുന്നത് ഭരണഘടനാപരമായും വിരുദ്ധമായൊരു കാര്യമാണ്. നോമിനലായ ഒരു ഫീസ് 1 രൂപ 2 രൂപ നിരക്കിലായിരുന്നു, അങ്ങനെ ഒരു റേഞ്ചിലായിരുന്നു നമ്മുടെ ഇതുവരെയുള്ള കോർട്ട് ഫീസ്. ഇതിപ്പോൾ 500 ഇരട്ടി അല്ലെങ്കിൽ 1000 ഇരട്ടി, ആ ഇരട്ടിയിലേക്ക് 2 രൂപ വാങ്ങിക്കൊണ്ടിരുന്നത് 5 രൂപ വാങ്ങിക്കൊണ്ടിരുന്നത് 250 രൂപ 300 രൂപ. ഇതെല്ലാം വഹിക്കേണ്ടി വരുന്നത് വക്കീൽമാരല്ല, കക്ഷികളാണ്, പാവപ്പെട്ട ജനങ്ങളാണ്. ജനങ്ങൾക്ക് അധിക ബാധ്യത ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ ജീവിത ചെലവ് വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കൊരു കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാളും സന്തോഷത്തിന് കോടതിയിലോട്ട് വരാറില്ല. ഒരാൾ കോടതിയെ സമീപിക്കുന്നതും വ്യവഹാരത്തിൽ ഏർപ്പെടേണ്ടി വരുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു ദുരിതം അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു റൈറ്റ് നിഷേധിക്കപ്പെടുമ്പോഴാണ്. അങ്ങനെ ഒരാൾ കോടതിയിലേക്ക് വരുമ്പോൾ ഉണ്ടായിട്ടുള്ള കഷ്ടത്തെക്കാളും വലിയൊരു കഷ്ടത്തിലാണ് ഇപ്പോഴത്തെ ഈ കോടതി ചെലവ് വർധനവ്, കോർട്ട് ഫീസ് വർധനവ് ഉണ്ടായിട്ടുള്ളത്. കൊട്ടാരക്കര ബാർ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ അഭിഭാഷകർ ഫീസ് വാങ്ങുന്നതിന് വളരെ മര്യാദയായിടുന്നവരും അവരെ ഈ ബാധ്യത കക്ഷികളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നതിൽ വളരെ വിഷമമുള്ളവരുമാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇത് പൊതുജനങ്ങൾക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഈ വർധനവ് പിൻവലിക്കണം. ഈ വർധനവ് പിൻവലിക്കുന്നവരെ ശക്തമായ സമരമാണ്. ഇപ്പോൾ ആൾ കേരള ബാർ അസോസിയേഷൻ 9-ാം തീയതി സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ കോടതികളും ബഹിഷ്കരിക്കുന്നു. 9-ാം തീയതി തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഹൈക്കോർട്ട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കൊടുത്തിട്ടുള്ള ഹർജി പരിഗണനയിൽ വരുന്നുണ്ട്. കൊട്ടാരക്കര ബാർ അസോസിയേഷൻ സമരരംഗത്ത് ശക്തമായി തുടരും. നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ എല്ലാ സമൂഹത്തിൻ്റെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അത് പരിഗണിച്ച് വേണ്ട നടപടികൾ സ്വീകരിച്ച് അത് കുറവ് വരുത്തും എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാര്യം നിങ്ങൾ ഏതൊക്കെ ചെയ്തെങ്കിലും അത് എന്തടിസ്ഥാനത്തിൽ ചെയ്തു എന്ന് അത് മനസ്സിലാകുന്നില്ല. ഒരു ന്യായവും അർഹിക്കാത്ത യാതൊരു തത്വദീക്ഷയുമില്ലാതെ ജനസമൂഹത്തെ എന്ത് നടന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ കഷ്ടപ്പാടും അതുവഴി ഉണ്ടാവുന്ന വക്കീലന്മാർക്കുണ്ടാവുന്ന അഭിഭാഷകർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും ഈ സമൂഹത്തിനുണ്ടാവുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ അഭിഭാഷക സമൂഹത്തെ മൊത്തമായി ബാധിക്കും, എല്ലാ രീതിയിലും ബാധിക്കും. അത് കേസിൻ്റെ കാര്യത്തിലായാലും ഫയൽ ചെയ്യുന്ന കാര്യത്തിലായാലും അവർക്ക് കിട്ടുന്ന ഫീസിലായാലും അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ക്ലാർക്കന്മാരുടെ ഫീസിലായാലും എല്ലാ രീതിയിലും ഇത് ബാധിക്കുന്ന വളരെ ഒരു മനുഷ്യത്വരഹിതമായ ഒരു വർധനവാണ് നമ്മളുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ നിലനിൽപ്പിൻ്റെ പോരാട്ടത്തിലാണ്. ഭരിക്കുന്നവർക്ക് എന്തും കാണിക്കാം എന്ന് ഒരു അഹങ്കാരം, അവരുടെ പിന്നിൽ അവരോടൊപ്പം ഓശാന പാടുന്ന ശക്തമായ അഭിഭാഷക സംഘടനയുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള ഒരു ഹുങ്ക്, അതൊക്കെയാണ് ഫലത്തിൽ ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കേറെ അഭിമാനമുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് മന്ത്രിയാക്കിയ ഒരു അഭിഭാഷകനെതിരെ കൊട്ടാരക്കരയിലെ ജനങ്ങൾ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സമരത്തിന് മുൻകൈ എടുത്തതിന് ഞാൻ ആദ്യമായിട്ട് കൊട്ടാരക്കര ബാർ അസോസിയേഷനിലെ എല്ലാ അംഗങ്ങൾക്കും നന്ദി പറയുന്നു.
ഈ വിഷയം കൊല്ലം ബാർ അസോസിയേഷൻ, ഞാൻ കൊല്ലം ബാർ അസോസിയേഷനിലെ അംഗമാണ്. കൊല്ലം ബാർ അസോസിയേഷനിൽ ഏകദേശം 4-5 പ്രാവശ്യം ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ടുണ്ട് നേരത്തെ. ഇപ്പം മത്സരിച്ചാലൊന്നും ജയിക്കത്തില്ല, പച്ചവിടത്തില്ല, അറിയാമല്ലോ. കാരണം അതാണ് അതിൻ്റെ ഒരു രീതി. നടപ്പിലാക്കിയ സംവിധാനത്തെ മാറ്റാൻ പറ്റില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരുണ്ടാവും. നടക്കില്ല, മാറ്റണം. കേരളത്തിലെ എല്ലാ കോർട്ട് സെന്ററുകളിലും ഇങ്ങനെയുള്ള രാപ്പകൽ സമരമല്ല, വലിയ സമരങ്ങൾ നമ്മൾ സംഘടിപ്പിക്കണം. നമുക്ക് ജീവിക്കണം. നമ്മളുടെ ജീവിത സമരമാണിത്. ഇവിടെ സാധാരണ ജനങ്ങൾക്ക് ഒരു അന്യായം ബോധിപ്പിക്കാനുള്ള അവസരം ഉണ്ടാവണം. ഇവിടെ നിയമപാലകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളെ ആരും ചൂണ്ടിക്കാണിക്കുന്നില്ല. എന്തുകൊണ്ട്? എന്തൊക്കെയോ കൊണ്ട് അവർ ഭയക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ കോർട്ട് ഫീസ് വർദ്ധിപ്പിച്ചതുകൊണ്ട് എന്തോ നിയമം നടപ്പിലാക്കാനാ? ജനങ്ങൾ ഇങ്ങോട്ട് വരത്തില്ല, അത്രയേ ഉള്ളൂ. വേറെ കൂടുതലായി ഒന്നും തന്നെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഇവിടെ സംസാരിച്ച ആളുകളെല്ലാം പറഞ്ഞതുപോലെ നമ്മുടെ നീതിന്യായ രംഗത്ത് തികച്ചും അനഭിലഷണീയമായ ചില പ്രവണതകൾ മറ്റ് പലതും കടന്നു വന്നതുപോലെ തന്നെ ചില പ്രവണതകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് ഞാൻ ഈ അധിക അല്ലെങ്കിൽ കോർട്ട് ഫീസ് വർധനയെ നോക്കുക.